ഈ ബംഗ്ലാദേശ് കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദി ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. കാരണം മോദി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും മോദി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പല നിരീക്ഷകന്മാരും പറയുന്നുണ്ട്. കാരണം ബംഗ്ലാദേശിന് ഇപ്പോൾ 10% തീർന്ന ഇൻഫ്ലേഷൻ 17% പോയി. ബംഗ്ലാദേശ് പട്ടിണിയിലാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നരേന്ദ്രമോദിയുടെ അടുത്തൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഭായിമാരെ മുഴുവൻ പിടിച്ച് അങ്ങോട്ടേക്ക് വിടാനാണ്. ഇവിടെയുള്ള ബംഗ്ലാദേശി ഇമിഗ്രൻസ് ഇപ്പോൾ പട്ടാളത്തിൻ്റെ തന്നെ കണക്കനുസരിച്ച് 50,000 റോഹിംഗ്യൻ മുസ്ലിംസ് നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കോടതി വിധി കൂടെ ഉണ്ട്. കാരണം ഇവന്മാരെല്ലാം പിടിച്ച് അങ്ങോട്ടേക്ക് വിട്ടു എന്ന് പറഞ്ഞു. മമതാ ബാനർജി അതിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വെറുതെ വായ്ത്താളം അടിക്കുന്നതല്ല, ചെയ്തു തുടങ്ങി എന്നാണ് അറിയാനായിട്ട് സാധിക്കും. പോരാത്തതിന് ഇവിടെ നിന്ന് പിടിച്ച് അങ്ങോട്ട് ആൾക്കാരെ അയച്ചു തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. പോരാത്തതിന് ആ ബംഗാൾ അതിർത്തിയിൽ ക്യാമ്പിൽ കിടക്കുന്ന ഹിന്ദുക്കൾക്ക് പൗരത്വം കൊടുത്തു തുടങ്ങി എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് മറുപടി? പൗരത്വം കൊടുത്തു തുടങ്ങി എന്നത് 4-5 പേർ കൊടുത്തു തുടങ്ങി. പക്ഷേ ഇപ്പം പശ്ചിമ ബംഗാളിൽ നിന്ന് പുതിയതായിട്ട് കയറി വന്നിരിക്കുന്ന ഇപ്പം ഈ കലാപത്തിന് ശേഷം അവിടെ നിന്ന് നുഴഞ്ഞു കയറാതിരിക്കാനുള്ള ശ്രമം ഇന്ത്യ ആവതോളം നടത്തിയിട്ടും നുഴഞ്ഞു കയറി വന്നിട്ടുള്ള ഏതാണ്ട് 500ഓളം പേരെ ഇപ്പം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ ഇതിനകത്ത് ഏജന്റുമാരുണ്ട്. കാരണം ഇവിടെ ഈ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഓരോ രാജ്യത്ത് അഭയാർത്ഥികളെ കൊണ്ടുവരുന്നതിനകത്ത് ഏജന്റുമാരുണ്ട്. നമ്മൾ വിശ്വസിച്ചേ മതിയാവത്തുള്ളൂ. ഈ ഏജന്റുമാർ കാരണം നേരത്തെ മ്യാൻമറിൽ നിന്ന് നമ്മൾ ഈ അഭയാർത്ഥികൾ ഇവിടെ കയറി നേരിട്ട് 40,000 പേരെ കണ്ട 25,000-നും 40,000-നും ഇടയ്ക്കാണ്. ഈ മ്യാൻമറിൻ ബോർഡർ അറിയാമല്ലോ, ദക്ഷിണറിയിൽ ആ ബോർഡറിൽ വരുന്നു അഭയാർത്ഥികൾ വരും. ഒരാഴ്ചക്കകം ഈ അഭയാർത്ഥികളെല്ലാം ഡൽഹിയിൽ ഒരു 10,000 പേര് അല്ലെങ്കിൽ UP-യിൽ ഒരു 10,000 പേര് മർമ്മപ്രധാനമായിട്ടുള്ള ചേരികൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജംഗ്ഷനുകൾ നമ്മുടെ സിറ്റികളൊക്കെ കേന്ദ്രീകരിച്ച് ഇവരെ പാർപ്പിച്ചിരിക്കുകയാണ്. അതായത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇന്ത്യയിൽ ഏതെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ശ്രീകൃഷ്ണ ജയന്തി പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജാഥ പോകുമ്പോൾ ഒക്കെ ഈ അക്രമം ഉണ്ടാകുന്നതും വിഷയം ഉണ്ടാകുന്നതും ഒക്കെ ഇതുപോലുള്ള ചെരിപ്രദേശത്തു നിന്നാണ്. അവരെ പരിശോധിക്കുമ്പോൾ ഇവരൊന്നെങ്കിൽ ബംഗ്ലാദേശികളായിരിക്കും അല്ലെങ്കിൽ മ്യാൻമറിൽ നിന്ന് വന്നവരായിരിക്കും. ഇവർക്കാണ് ഈ ക്രിമിനൽ സ്വഭാവം കൂടുതലുള്ളത്. അതായത് ഈ ഇന്ത്യയിലേക്ക് കയറി വരുന്ന ഈ അഭയാർത്ഥികൾക്ക് കൃത്യമായ ഗൈഡ് ലൈൻ കൊടുക്കുന്ന ഒരു ലോബി ഇന്ന് ലോകത്തെല്ലായിടത്തും, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അഭയാർത്ഥികൾ എന്ന പേരിൽ ഇവിടുത്തെ ഏറ്റവും വലിയ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇന്ന് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അഭയാർത്ഥികൾക്ക് കയറി വരുമ്പോൾ അല്ല ഉള്ള ഒരു സ്വഭാവമല്ല നമ്മുടെ ക്യാമലിന് ടെൻറ്റ് കൊടുക്കുന്നതല്ല, ഒട്ടകത്തിന് ടെൻറ്റ് കൊടുക്കുന്നതല്ല, കയറ്റി വെച്ചാൽ പിന്നെ ടെൻറ്റും കൊണ്ട് പോകും. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളുടെ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിനകത്ത് നമുക്ക് പ്രത്യേക ബാക്കിയുള്ള രാജ്യങ്ങളുടെ കൂട്ട് ഉള്ള കാര്യമൊന്നുമില്ല, പ്രത്യേകതയുണ്ട്. മാത്രമല്ല ബംഗ്ലാദേശിലെ പുതിയ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ നമ്മുടെ വ്യവസായ മന്ത്രി വ്യവസായമല്ല വിദേശകാര്യമന്ത്രി പറഞ്ഞതെന്തോന്നറിയോ? ഷേഖ് ഹസീനെ വേണം, ഞങ്ങൾക്ക് വേണം, പല കൊലപാതക കേസുകളും ഇവിടുത്തെ പ്രതി. രണ്ടാമത് പറഞ്ഞത് മ്യാൻമറിൽ നിന്നുള്ള ഈ അഭയാർത്ഥികളെ നിങ്ങൾ സ്വീകരിക്കണം, നമ്മൾ സ്വീകരിക്കണം. കാരണം പുള്ളി ഇന്ത്യയുടെ പറയുന്നത് മനസ്സിലാവും. അപ്പോൾ ഇവരുടെ ഒരു ലക്ഷ്യം ഈ ഗവൺമെൻറ് ഇപ്പം ഹസീനയുടെ നേതൃത്വമുള്ള ഒരു ഗവൺമെൻറ് കൂട്ടത് ആ രാജ്യപുരോഗതിക്ക് വേണ്ടി ഉള്ളൊരു ഗവൺമെൻറ് അല്ല ഇപ്പോൾ ഉണ്ടാക്കി. അത് അമേരിക്കയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ അവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടിയും ഭരിക്കാനുള്ളൊരു ഗവൺമെൻറ്. ആ ഇസ്ലാമിസ്റ്റുകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇന്ത്യയെ ഉപദ്രവിക്കുകയാണ്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം ധനുഷ് പറഞ്ഞതുപോലെ അതിനു വേണ്ടി അല്ലെങ്കിൽ അത് ഉണ്ടാകുമെന്ന് നമ്മളെക്കാട്ടിൽ ഒക്കെ വളരെ മുമ്പേ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് ഇന്ത്യയിലുണ്ട്. ഇതിന് വേണ്ട ഉള്ള പണി നടത്തുന്നത്. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ദീർഘകാലമായിട്ട് ഇന്ത്യക്കകത്തുള്ള ഇന്ത്യ വിരുദ്ധർ അല്ലെങ്കിൽ ഈ മാതിരി കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുന്ന ശക്തികൾ ഇന്ത്യക്കകത്തുണ്ടല്ലോ. ഇവിടെ പശ്ചിമ ബംഗാളിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഈ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ബംഗാളി മുസ്ലിങ്ങൾ അനധികൃതമായിട്ട് ഇവിടെ കയറിയിട്ടുണ്ട്. രണ്ടാമത് അനധികൃതമായിട്ട് ഇവിടെ കയറിയിട്ട് വ്യാജ ഐഡന്റിറ്റി ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവരെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം അവരെന്തിനിവിടെ കയറി, ഒരു സുപ്രഭാതത്തിൽ ഇവിടെ കയറി താമസിക്കാൻ വേണ്ടി കയറിയല്ല, അവർ ചില ഉദ്ദേശങ്ങളോട് കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പശ്ചിമ ബംഗാളിലെ പല ഗ്രാമങ്ങളിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ധനുഷ് ഒരു ചർച്ചയിൽ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, 5-6 ജില്ലകൾ പൂർണ്ണമായിട്ടും രോഹിംഗ്യ മുസ്ലിങ്ങളുടെ കയ്യിലാണ്. കാരണം അവരവിടെ സാമ്രാജ്യം, അതായത് ഈ ബംഗ്ലാദേശിൽ അവിടുത്തെ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ നടത്തിയ അതേ കാര്യങ്ങൾ പശ്ചിമ ബംഗാളിൽ നടത്തുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് പോലും ചെന്ന് പറ്റാൻ പറ്റുന്നില്ല. അവരുടെ ഈ ചില ഈ ടെററിസ്റ്റുകളുടെ ജീവിത രീതിയും അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള പെരുമാറ്റം. അതുകൊണ്ട് ഒരു ദിവസം ഒരു MP പറഞ്ഞിട്ടില്ല, ഇത് ഒരു കാമുകനെ പിടിച്ചിട്ട് തല്ലിയപ്പോൾ MP പറഞ്ഞ് മുസ്ലിം രാഷ്ട്രത്തിൽ ഇതൊക്കെ നടക്കുമെന്ന്. അപ്പോൾ ആ രീതിയിലേക്ക് ഇന്ത്യയിൽ ചില കാര്യങ്ങളുണ്ട്.
അത് വളരെ ഗൗരവത്തിൽ ഒരു ഗവൺമെൻറ് എടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇത് ഒരു കലാപാഹ്വാനം വന്നാൽ ഒരു പക്ഷേ പശ്ചിമ ബംഗാളിൽ നിന്നൊക്കെ തന്നെ തുടങ്ങാൻ പറ്റും. കാരണം അതിനുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ട്. 1-2 കോടി ജനം മതി ഈ 140-150 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി. അല്ലാതെ കൂടുതൽ ആളുമെന്ന് പറഞ്ഞാൽ അവർ ഒന്നിച്ച് നിൽക്കുകയും ആയുധധാരികളായിട്ടിരിക്കുകയും ചെയ്യുന്ന, അല്ലാതെ ഒന്നും അറിയാതെ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തോട്ട് കലാപമായിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ. അപ്പോഴത്തേന് അവർ അതാണല്ലോ കലാപം എന്ന് പറയുന്നത്. മനസ്സിലായി? പ്ലാൻഡായിട്ട് അല്ലെങ്കിൽ ഉദ്ദേശത്തോടു കൂടി ഒരു കൂട്ടം ചെല്ലുന്നു, അപ്പോൾ ഒന്നും അറിയാൻ നിൽക്കുന്നവർക്ക് അപകടം വരുന്നു, അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തുന്നു. ഇതിനു വേണ്ടിയുള്ള ശ്രമം നേരത്തെ ഇവിടെ ഉണ്ട്. അതൊരു 1-2 കോടി ജനം ഇവിടെ ഉണ്ട്. അതിനപ്പുറം ഇപ്പോൾ അവിടുന്ന് കയറി വരുന്നത് ആരൊക്കെ എന്ന് പറയാനൊക്കത്തില്ല. 2000 ഈ ജയിൽ തുറന്ന് തീവ്രവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പം ഏതെങ്കിലും രീതിയിൽ ഇന്ത്യക്ക് ഗുണം അല്ലെങ്കിൽ ദോഷമുണ്ടാകുന്നതിന് വേണ്ടിയാണല്ലോ ബംഗ്ലാദേശ് പിടിച്ചു തന്നെ. അപ്പോൾ അത് തന്നെ ഈ അതിർത്തികൾ പാകിസ്ഥാനിൻ്റെ കെയർ ഓഫിലുള്ള ജമാഅത്ത് ഇസ്ലാമിയാണ് ഇപ്പോൾ അത് പിടിച്ചത്. അപ്പം പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറ്റം അല്ലെങ്കിൽ ഇവിടെ നിന്ന് നുഴഞ്ഞു കയറ്റം ആ തീവ്രവാദികളെ ഉപയോഗിച്ച് ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് അതിന് പണി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതാത് സംസ്ഥാനങ്ങൾ അനധികൃതമായിട്ട് താമസിക്കുന്ന അല്ലെങ്കിൽ തൊഴിലാളികളെ നിരീക്ഷിച്ച് അതിനകത്ത് ബംഗ്ലാദേശികളോ അല്ലെങ്കിൽ മറ്റു രാജ്യക്കാരോ ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തി അവരെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഏതായാലും ഭായിമാർ എന്ന് വിളിക്കുന്ന പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അഭയാർത്ഥികളെ ഇന്ത്യ പൊക്കിത്തുടങ്ങി, അതിൻ്റെ ഏജൻറ്റുമാരെയും പൊക്കിത്തുടങ്ങി എന്നുള്ള വാർത്തയാണ് നമുക്ക് കിട്ടുന്നത്. അത് വളരെ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഇന്ത്യക്ക് നാളെ ദോഷമായിട്ട്. അല്ലെങ്കിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഷെയ്ഖ് ഹസീനയുടെ നയതന്ത്ര പാസ്പോർട്ട് ബംഗ്ലാദേശിൽ നിന്ന് അവർ റദ്ദാക്കി കഴിഞ്ഞു. പോരാത്തതിന് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ 27 കേസുകളാണ് അവരെടുത്തിരിക്കുന്നത്. ഷെയ്ഖ് ഹസീന ഇനി ബംഗ്ലാദേശിലേക്ക് വിട്ടു തരണം എന്ന് കൂടെ ഇന്ത്യയോട് പറയാനുള്ളത്. അത് ഇന്ത്യയെ പേടിച്ച് പറയാതിരിക്കുന്നതാണ്. ഷെയ്ഖ് ഹസീന ഒരിക്കലും ഇന്ത്യ വിട്ടുകൊടുക്കാനും പോകുന്നില്ല എന്ന് ബംഗ്ലാദേശിന് കൃത്യമായിട്ട് അറിയാം. ഷെയ്ഖ് ഹസീന എന്തായാലും ഇന്ത്യയിലേക്ക് വിട്ടു. പോരാത്തതിന് ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കുന്നതിന് പകരമാണ് ബംഗ്ലാദേശിനെ കളിയാക്കുന്നത് പോലെ നമ്മൾ ഇവിടെ നിന്ന് ഭായിമാരെ എല്ലാം നുള്ളിപ്പിറക്കി അങ്ങോട്ടേക്ക് അയക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം, ഭായിമാരെ അങ്ങോട്ടേക്ക് അയക്കുമ്പോൾ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ അവർക്ക് കഞ്ഞി കുടിക്കാൻ വകയില്ല. ഇന്ത്യയിൽ നിന്നുള്ള സകല വ്യാപാര ബന്ധങ്ങളും ഇപ്പം നിലച്ചിരിക്കുകയാണ്. അവിടെ കലാപം നടക്കുന്നുണ്ട്. ബീഹാറിൽ നിന്നൊക്കെ നിർത്തിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ ഇനിയിപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിശപ്പാണ്. ഇനി വരാൻ പോകുന്നത് 22 കോടി ജനങ്ങളുണ്ട്, വിശപ്പാണ്. പോരാത്തതിന് അവിടെ ഒരു ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണം അതിഭീകരമായിട്ട് വന്നിട്ടുണ്ട്. ബംഗ്ലാദേശ് ഭയങ്കരമായിട്ട് മാറുകയാണ്. ആ ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം വന്നിട്ടുണ്ട്. പോരാത്തതിന് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഗ്ലോബലി ആളുണ്ട് എന്നുള്ളൊരു തോന്നൽ ബംഗ്ലാദേശിനെ ഭീകരമായിട്ട് ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം ആരും ചോദിക്കാനും പറയാനില്ല, ഇവരെ താടിക്കിട്ട് തട്ടാമെന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ്. ഇത് ബംഗ്ലാദേശിന് വലിയൊരു തിരിച്ചടിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇന്ത്യ ഈ ബംഗ്ലാദേശിലുള്ള ഭായിമാരെ പൊക്കി അങ്ങോട്ടേക്ക് അയക്കാനുള്ളത് തന്നെ പ്രധാനപ്പെട്ട കാരണം അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോരാത്തതിന് ആ ന്യൂനപക്ഷങ്ങളെ ഏകീകരിക്കാനുള്ളൊരു ശ്രമം ബംഗ്ലാദേശിൽ RSS അന്തർധാരയിൽ നടത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഭായിമാരെ എല്ലാം പൊക്കി അങ്ങോട്ടേക്ക് അയക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ കിടക്കുന്ന ഇത്രത്തോളം ലക്ഷം കണക്കിന് അവിടെ നിന്ന് കുടിയേറ്റക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. മമതാ ബാനർജി ഇങ്ങോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇവന്മാരെ നുള്ളിപ്പിറക്കി അങ്ങോട്ടേക്ക് അയക്കുന്ന കാര്യം പറഞ്ഞു. ഇവന്മാർ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ ഗതി എന്താവും ചിന്തിച്ചിട്ടുണ്ട്? കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പോകും. പിന്നെ രണ്ടാമത് ഈ RSSൻ്റെ കാര്യം പറഞ്ഞിട്ട്, RSSനെ പറ്റി ഇവിടെ നമ്മളുടെ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് പോലും വളരെ ധാരണയില്ലാത്തൊരു കാര്യം. ഏതാണ്ട് 56 സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ഡീപ്പ് സ്റ്റേറ്റ് ആണ്. ഇന്ത്യയുടെ അല്ല, ലോകത്തിൻ്റെ ഡീപ്പ് സ്റ്റേറ്റ് ആയിട്ട് വരും. 56 രാജ്യങ്ങളിൽ RSS സജീവം. RSS എന്നുള്ള പേരിലല്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ബംഗ്ലാദേശിലെ വിഷയം വന്നപ്പം മോദി 10 കൊല്ലം ഭരിച്ചു കഴിഞ്ഞത്. ഇത് നേരത്തെ ഉണ്ട്, ഇപ്പോഴൊന്നുമല്ല, 21 തൊട്ടുള്ള സംഘടന. പക്ഷേ ഇപ്പോഴതിന് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം ഹിന്ദുക്കൾക്ക് വേണ്ടി എല്ലായിടവും വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ തെരുവിലിറങ്ങാൻ ആളായി, സജീവമായി. അതിൻ്റെ ഏറ്റവും വലിയൊരു എന്താ അറിയോ, ഇപ്പം നമ്മൾ നരേന്ദ്രമോദി വന്ന് നിന്നാൽ നമുക്കറിയാനായിട്ട് സാധിക്കും. പക്ഷേ RSSൻ്റെ കേരളത്തിൻ്റെ പ്രാന്തപ്രചാര ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല ഇത് RSSൻ്റെ ഏറ്റവും അറിയത്തില്ല. അതിനകത്ത് ശബരിമല വിഷയത്തിനകത്ത് സമരം ചെയ്താരാന്ന് ധനുഷിനറിയാം. സുരേന്ദ്രനെ ചോദിച്ചു ഇന്ന് എന്തൊക്കെ നടക്കുന്നത് എനിക്കറിയത്തില്ല. കാരണം സുരേന്ദ്രൻ അതേ പറയാനൊക്കത്തുള്ളൂ. ശബരിമലയിൽ ഒരു ദിവസം എത്ര അയ്യപ്പന്മാർ പോകണം, RSSകാർ എത്ര പേര് അവിടെ ഉണ്ടാവണം എന്ന് അവർ തീരുമാനിക്കും. അവിടെ എന്ത് വേണം തീരും. അതുകൊണ്ടാണല്ലോ അമ്മണിയും കുമ്മണിയും കമ്മണിയും ഒക്കെ എങ്ങനെ രഹസ്യമായിട്ട് വന്നതൊക്കെ അങ്ങോട്ട് കയറുമ്പോൾ നടക്കത്തില്ല. ഇത്രയ്ക്ക് വലിയൊരു സംവിധാനം അത് അവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അല്ല, പോലീസാണ് ഈ ബിന്ദു അമ്മണിയെ കൊണ്ടുവന്നത്. എന്നിട്ട് പോലും അത് മണത്തറിഞ്ഞിട്ടുണ്ട്. കയറിയ സമയത്ത് പോലീസിനകത്ത് RSS ഉണ്ട് ധനുഷ്. അതാണ് ഇതിന്റെ പ്രശ്നം. പോലീസിനകത്ത് RSS ഉണ്ട്, റോയ്ക്കകത്ത് RSS ഉണ്ട്. ഇത് ആരാ RSS? ധനുഷ് RSS ആണെന്ന് എനിക്കറിയാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യണം? അതാണ് RSSന്റെ ഒരു ശരിയാട്ടോ. ശരിയാ, അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും പോലീസ് എല്ലാം
പോലീസിൻ്റെ DGP ചിലപ്പോൾ RS ആയിരിക്കും, പുള്ളി ഉടനെ റിപ്പോർട്ട് കൊടുക്കും ഉദ്യോഗസ്ഥൻ. അങ്ങനെ അതുകൊണ്ട് ശബരിമല വിഷയം, ശബരിമല പോലീസ് പോലും മലഞ്ഞു പോയില്ല. അവസാനം അതുകൊണ്ടല്ലേ തില്ലങ്കേരിയെ വിളിച്ചിട്ട് ദൈവത്തെ ഓർത്ത് ഇതൊന്ന് ഒതുക്കി തരണം വളരെ കറക്റ്റ് പറഞ്ഞു. അദ്ദേഹം വന്ന് പറഞ്ഞു, പറഞ്ഞാൽ അവർക്കറിയത്തില്ല എന്ത് ചെയ്യാനൊക്കെ. രാവിലെ 10,000 കണക്കിന് അയ്യപ്പന്മാർ വരും, അയ്യപ്പന്മാരെല്ലാം വരുന്ന ഒരേ വേഷത്തിലാണ്. ഇതിൽ ആരാ RSS? അവരാ അയ്യപ്പന്മാരല്ലെന്നല്ല, പക്ഷെ അവർ ഇന്ന കാര്യത്തിന് വന്നേക്കോ, അവിടുന്ന് പോകത്തില്ല അവർ. അങ്ങനെയാണ് ഈ സമരം വലഞ്ഞു പോയത്. അത് അത്രയ്ക്ക് വലിയൊരു സംഘടനയാണ്, അതിന് അത്രയ്ക്ക് അച്ചടക്കമുണ്ട്. അവർക്ക് അതിനകത്തുനിന്നൊന്നും നേടാനില്ല. അവർ ഈ അതുപോലെ ഒരു ഏകീകരണമാണ് RSS ഇടപെട്ട് അവിടെ നടപ്പിലാക്കുക. കാരണം എനിക്ക് ഡൗട്ട് വരാനുള്ള കാരണം ഹിന്ദു എന്ന് പറയുന്ന ജനവിഭാഗം ഉണ്ടല്ലോ, ഒരു തലവനുണ്ടെങ്കിൽ പോലും ഉമ്മരി തെരുവിൽ ഇറങ്ങത്തില്ല. ഒരു തലവനുണ്ടെന്ന് വെച്ചോ, നീ ഇറങ്ങിക്കോടെ ഞാൻ ഉണ്ട് പറയില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉമ്മരി ഇറങ്ങില്ല ഉമ്മാര്. അത് ഞാനിങ്ങനെ നോക്കുമ്പോൾ ബംഗ്ലാദേശിൽ ഹിന്ദു സ്ത്രീകളെല്ലാം കയ്യിൽ കോടാലിയൊക്കെ ആയിട്ട് തെരുവിൽ നിൽക്കുന്നു, വാ അടിക്കാന്ന് പറഞ്ഞ രീതിയിൽ. അപ്പം ഇതിൻ്റെ പിറകിൽ അതിനകത്ത് പിറകിലുണ്ട്. അതിൻ്റെ അതുവരെ അടി കൊണ്ടുകൊണ്ടിരുന്ന ഹിന്ദുക്കൾ RSSൻ്റെ പ്രസ്താവന വന്നില്ല. ഇന്ത്യ നമ്മൾ കണ്ടല്ലോ, ഹിന്ദുക്കൾക്ക് വേണ്ടി ഇടപെടണം. പിറ്റേന്ന് തെരുവിൽ ഇറങ്ങിയിട്ട് സംഘടിച്ചാണില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പറേഷൻ്റെ ഗ്രാവിറ്റി എത്ര വലുതാണെന്ന് വല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമാണ് RSSൻ്റെ സംഘടന സെറ്റപ്പും പിന്നെ അതിൻ്റെ എല്ലാ രീതിയിലുള്ള വലിപ്പവും. അത് ഈ പറയുന്നത് നമുക്ക് നിയോഗിക്കാൻ പറ്റത്തില്ല. അത് ഒരുതിനും പറ്റിയിട്ടുമില്ല. അത് തന്നെയാണ് ഇപ്പം നരേന്ദ്രമോദി കൂടുതൽ നിശബ്ദമായിരിക്കുന്നത്. RSS 1-2 പ്രസ്താവനകൾ കഴിഞ്ഞതിന് ശേഷം മനസ്സിലാവുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.